മുകേഷ്, ജഗതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPSC ലളിത, നെടുമുടി വേണു കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയുടെ ആഘോഷമൊരുക്കിയ മാണിക്യച്ചെമ്പഴുക്ക എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. പേരെന്നാ? കൊത്തുപണി ചെത്തി. அப்படா மீஷா ஐ என் ரத்தத்தின் ரத்தமான அன்பு தமிழ் மக்களே, நான் தான் லாலிச்சன் கவுண்டர். இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்பிக்கும். நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டார். நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல. என் தாய்நாடு தமிழ்நாடு தான். என் பெரியப்பா ஒரு இது கவுண்டர், இந்த ஊர்ல ஒரு பெரிய டீ கடைக்கே கவுண்டர் ஆயிருந்தது. இதுக்கப்புறம் நீங்க சொல்லுங்கள், நான் யார் யார் யார்? എന്താണ് നോക്കിക്കുന്നത്? പോടാ അവിടുന്ന്. ചേട്ടാ, என்ன சொல்? നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടുവന്നോ? ആ വക്കീൽ എന്താ പറഞ്ഞെന്നറിയോ? ഇഷ്ടമുള്ള മുറി തെരഞ്ഞെടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. ആ വക്കീൽ അങ്ങനെ പറഞ്ഞു. എങ്കിലെ എലുമ്പ് കുരുക്കൾ കയറി നിരങ്ങുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മുറി നമുക്ക് എടുക്കണം. അവിടെ നിന്നേ. ഈ മുറി മതി ചേട്ടാ. നമ്മുടെ ഒരു നിലവാരത്തിൽ ഇത് മതിയല്ലേ? മതി. ആരാ അവിടെ ചുരണ്ടി പറിക്കുന്നത്? ഓ, ആ എലുമ്പ് കയറി പറ്റി. ആ എലുമ്പ് കയറി പറ്റി. ചവിട്ടി തുറയേട്ടാ. ഗുഡ് മോർണിംഗ്. ശൃംഗരിക്കേണ്ട ഒരു പ്രായം, മുതുകാള. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത്. സാമാന്യ മര്യാദ വേണ്ടേ? ആരായി ഒരാള്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കിയ മുറി. എങ്ങോട്ട് അറിയിക്കും? എന്തൊരു ചന്തം. നാട്ടിലെ പോലെ ഇവിടെ പാരവെപ്പ് തുടരാനാണ് പരിപാടിയെങ്കിലേ ചവിട്ടി എല്ലൊടിക്കും. என்னாச்சு? திருட்டு பசங்க யார் நீ? அசோகன் அழியம்மார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதா சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க மல்லன். ഹോർലിക്സ് കൊടുക്കേണ്ടതിന് പാല് കൊടുത്ത ആർക്കാണേലും ദേഷ്യം വരും. അയ്യടാ, അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവന്റെ മകളെ കണ്ടല്ലോ, തൃപ്തിയായല്ലോ. അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ചു കിടക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടൊക്കെ സ്നേഹം ഉണ്ടാക്കുന്നത്. അല്ലാതെ തവളെ വിഴുങ്ങി നെറുക്കോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ചെയ്യില്ല. ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. താങ്ക് യു. സോറി. മൂഢേഷു ചിന്ത മുഷിയാത്ത വേഷം തദ്വാരേഷു ചന്ത. അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധമൊന്നും തൽക്കാലം വേണ്ട. ഏട്ടൻ പറയുന്നതിന് കാര്യമുണ്ട്. എന്താ എന്റെ ഒരു പത്രാസ്? ഒരു ഒറ്റ വീക്ക് വെച്ചെന്നല്ലുണ്ടല്ലോ. ആകെ ഒരു നാത്തൂനാ ഉള്ളത്. അതിനെ കയറി അത് ഇത് പെണ്ണിന്റെ ഒരു നെകളിപ്പ്. അശോക, മെല്ലെ വിരിയുന്ന സുമത്തിനെ സുഗന്ധം ഉണ്ടാവൂ, അതേ ദൃഢമാവൂ. കൂടുതൽ അദ്വൈതം ഒന്നും വേണ്ട കേട്ടോ. ഇത് ഗുസ്തിക്കാരൻ ഉസലാംപെട്ടി മസ്താൻ ഫയൽവാൻ. ഇത് ബോക്സർ സലീം ഖാൻ. കരാട്ടെ ചാമ്പ്യൻ ചെന്നൈ ബ്രൂസ്ലി. സംഗീത വിദ്വാൻ തഞ്ചാവൂർ സുബ്ബയ്യ.
ഇത് ഡാൻസ് ടീച്ചർ നടനശ്രീ നാട്യകലാക്ഷേത്രം സത്യവതി. കിടക്കണു. അശോകനടിയാ മോനെ വേഗം എഴുന്നേക്ക്. ഇതെന്നും വിളിക്കുന്ന പോലല്ല. മോനെ അശോക, ആരൊക്കെ വന്ന് നിൽക്കണ നോക്ക്. അശോക, അശോക, അശോക. എന്താളിയാ? അറിയോ അയ്യാ പറയുന്നത് കേൾക്ക്, നടക്കാൻ. എന്താ കാര്യം? ഇരിക്ക്. വണക്കം. ശ്രുതി ചേർത്ത് പാടുങ്കോ. வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது. ആരാ അത്? നീ ആയിരുന്നോ? വാ അവിടെ ആരോ രണ്ടുപേര് നിന്നത് പോലെ തോന്നിയല്ലോ. അതെ, രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഞാൻ, ഒന്നെന്റെ ഷാഡോ. നിഴൽ നിഴൽ നിഴൽ. ഓ അത് ശരി. അല്ല മുത്തശ്ശി, കണ്ണാടി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ണു കാണാൻ പാടില്ലേ? അപ്പടിയൊന്നുമില്ല, ഒരു ചെറിയ മങ്ങല്. അവള് മങ്ങലെന്ന് പറഞ്ഞാ ഇത്ര അടുത്ത് നിന്നാ കാണാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെന്നാ தெரியாது. ദൈവമേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമുണ്ടായേനെ ഇവിടെ. കുഴപ്പമാ? അതല്ല, കണ്ണാടി വെച്ചപ്പോ മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട്. എടുപ്പാ? എടുപ്പ്, അഴക് അഴക്, ഏഴഴക്. கவுண்டர் நாயர் மாதிரியே மருமகனும் கெட்டிக்காரன். അപ്പൊ കണ്ണാടി അടിച്ചു മാറ്റിയാൽ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാം. വന്ന് വന്നിപ്പോ നിന്റെ ഗുണദോഷം കേട്ടില്ലേ? എനിക്ക് ഉറക്കം വരില്ലെന്നായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗുണദോഷിക്ക്. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഒന്ന് ഓടി വരണേ. എന്റെ കൊച്ചിനെ ഇത്രയുള്ള കൈവശം കൊടുത്ത് മയക്കിയെടുത്തു. ഇവിടെ ഇങ്ങനെയും ചിലവ് നടക്കുന്നുണ്ടല്ലേ? എടീ നിന്നെ എനിക്കിത് പണ്ടേ സംശയമുള്ളതാ. അവിടെ ഒരു ശൃംഗാരവും നടപ്പും. ഇതിവിടെ കൊണ്ടുവരാൻ ഞാൻ. രണ്ടിനെയും കൈയോടെ പിടിച്ച സ്വർണ്ണ തള്ളയുടെ കൈ കൊടുക്കാം. എന്താടാ കുന്തമണിയോട് നിൽക്കുന്നത്? ഇക്കാര്യം മുത്തശ്ശിയോട് പറയട്ടെ എന്ന് പറ. ഞാനും ഈ നിൽക്കുന്ന ശ്രീദേവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മുത്തശ്ശിയോട് പറയാൻ ഞാൻ ഇതെങ്ങനെ പറയും എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയുന്നില്ലേ ആരും? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യം ആരുടെ മുമ്പിലും സധൈര്യം തുറന്നു പറയാൻ ഈ വാരിക്കുഴി അശോകൻ നായർക്ക് ഭയമില്ല. വീരത്വം മരണത്തെക്കാൾ അശോകൻ നായർ വെറുക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെയും പ്രേമിക്കാം, പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാം. അതിനൊരു തമ്പുരാട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. വരൂ, ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് വിവരം പറയാം. മോനെ അളിയാ, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന്. നീ ഒന്ന് ക്ഷമിക്കേ, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ. നീ നിങ്ങൾ വഴിയാതാരാക്കരുത്. നിങ്ങൾ തന്നെയല്ലേ പറയുമെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ നീ താലി കെട്ടുന്ന ദിവസവും കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്നു. അളിയാ, ഈ നെഞ്ചിലൊരു കത്തിയെടുത്ത് കുത്ത്, എന്നിട്ട് പൊയ്ക്കോ. പോയി പറ. അപ്പൊ നിങ്ങളായിട്ട് പറയില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പേരും പറഞ്ഞ ആരെങ്കിലും ഈ കുട്ടിയെ ദ്രോഹിക്കാൻ നോക്കിയാൽ നോക്കില്ല. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്കൊന്നും ഒന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. ബിസി ആയിരിക്കും. അതുകൊണ്ടാ നമ്മൾ ഈ ചിലരെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര്. ലലിച്ച വേണ്ട, അമ്മ ഇപ്പൊ വന്നിരുവാങ്ക ഉക്കാരുങ്ക. ഇത് പറയാൻ തുടങ്ങിട്ട് നേരം കുറെ ആയല്ലോ. പെങ്കൊച്ചിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന, അല്ലാതെ ചേട്ടനല്ല. നീ പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നത്? ചേട്ടാ വേണ്ട വേണ്ട. എന്താ അവിടെ പള്ളി ഉണ്ടോ? മണിയടി കേൾക്കുന്നു. എന്റെ കളരി പരമ്പരയെ രക്ഷിക്കണേ. ഇതാണോ മോള്? ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ. പ്രായം ഉണ്ടെങ്കിൽ എന്താ? എന്തൊരു മുഖശ്രീ! വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആഭരണങ്ങളുണ്ടോ? അശോകന് നന്നായിട്ട് നമുക്ക് കലക്കാം. ഇതാണ് രാജവിലയുടെ മുത്തശ്ശി. കൗണ്ടർ നായരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും. വണക്കം. ഉക്കാരങ്ക. ഞങ്ങൾ ഊണ് കഴിച്ചില്ല, അമ്മച്ചി കഴിച്ചല്ലേ? ഇരിക്കാൻ പറഞ്ഞതാ. നിങ്ങളോടല്ല, അമ്മ ഇരിക്കട്ടെ. ഓഹോ, യാരിതിൽ അശോകൻ? ഞാൻ അളിയൻ. അളിയനാ? അതെ, അശോകന്റെ അളിയൻ. ഇത് ലാലിച്ചൻ. അല്ല, ഞാൻ അശോകൻ. തെറ്റിപ്പോയി. രാജവല്ലി ഇപ്പൊ വന്നിരുവാ. നീங்க எல்லாரும் கீழே உட்காருங்க. മോളിപ്പോ വരും, എല്ലാരും കീഴിരിക്കാൻ. ഇവിടെ അല്ല, താഴെ ഹാളില്. താഴെ താഴെ
കീഴെ കീഴെ വാ